നമസ്കാരം. ദുരന്തർ 2 ഇറങ്ങിയ ഉടൻ തന്നെ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും അസീം മുനീറും അടക്കം ഒന്നടക്കം ഞെട്ടിയതാണ്. കാരണം പാകിസ്ഥാനിൽ റോയുടെ ഏജന്റുമാർ ഉണ്ടോ എന്ന് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അന്നാണ് അവർക്ക് കാര്യം മനസ്സിലായത്, പാകിസ്ഥാനിൽ റോയുടെ ഏജന്റുമാരുണ്ടെന്ന്. അപ്പോൾ അന്ന് തന്നെ, അത് സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ പാകിസ്ഥാൻ പോലീസും പട്ടാളവും എല്ലാം തന്നെ പാകിസ്ഥാനും കറാച്ചിയുമൊക്കെ ലയാരിയൊക്കെ അരിച്ചു പറക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളെത്തിയത്. അത് റോഡിൽ നിൽക്കുന്ന ഭിക്ഷക്കാര് സംശയാസ്പദമായിട്ട് കാണുന്നവരെയൊക്കെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ട് അവരുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അതിലൊക്കെ പരിശോധിച്ചപ്പോൾ ഈ ഭിക്ഷക്കാര് അവിടെ ഉള്ള ആളുകളുടെയൊക്കെ പണവും പേഴ്സും ഒക്കെ അടിച്ചു മാറ്റി മോഷണം നടത്തി ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അജ്ഞാതരുടെ ഒരു വിളയാട്ടൽ, അല്ലെങ്കിൽ അജ്ഞാതർ കൃത്യമായി തന്നെ അവിടെ പാകിസ്ഥാനിൽ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇന്നലെ പാകിസ്ഥാനിലെ മുൻ സൈനിക മേധാവി ബാത്റൂമിൽ ദുരൂഹ സാഹചര്യത്തിൽ തലയിടിച്ച് വീണു എന്നൊരു വാർത്ത പുറത്തുവന്നത്. ആ ഒരു വാർത്ത പുറത്തു വന്നൊരു 48 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത, അതായത് പാകിസ്ഥാനിലെ IS-നെയും അതോടൊപ്പം തന്നെ അസീം മുനീറിനെയും ഷഹബാസ് ഷെരീഫിനെയും അടക്കം മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നത്. അതായത് പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്, അവരുടെ ഒരു തീവ്രവാദ സംഘടന എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ എക്കാലത്തെ സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കണം. അതാണ് അവരുടെ എക്കാലത്തെ സ്വപ്നം. ആ ഒരു സ്വപ്നം ഒരു കാരണവശാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അത് നടപ്പാക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പാകിസ്ഥാന് നല്ലപോലെ അറിയാം. പക്ഷേ ജെയ്ഷെ മുഹമ്മദിന്റെ ആ ആഗ്രഹം റോയുടെ ഏജന്റുമാർ അങ്ങ് സാധിച്ചു കൊടുത്തു. അതായത് ചിന്ന ഭിന്നമാക്കി. ആരെ? പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം 20-ലധികം വെടിയുണ്ടകൾ കൊണ്ട് റോയുടെ ഏജന്റുമാർ ജെയ്ഷെ മുഹമ്മദിന്റെ സഹോദരനെ, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറയപ്പെടുന്ന ആളെ അഭിഷേകം ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ സ്വന്തം ഇളയ സഹോദരനെ, ഭീകരപ്രവർത്തന കൂട്ടാളിയായ മുഹമ്മദ് താഹിർ അൻവറിനെ പാകിസ്ഥാനിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. 20-ലധികം പ്രാവശ്യം തലയ്ക്ക് വെടിയേറ്റ് തല ചിതറിപ്പോകുന്ന തരത്തിലേക്ക് റോയുടെ ഉദ്യോഗസ്ഥർ ആ തീവ്രവാദിയെ അഭിഷേകം ചെയ്തിട്ടിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. താഹിർ അൻവർ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. കൂടാതെ വർഷങ്ങളായി സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഗ്രൂപ്പിന്റെ ഔദ്യോഗിക ചാനൽ വഴിയാണ് മരണം സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച രാത്രി വൈകി പാകിസ്ഥാൻ ബഹൽപൂരിൽ ജാമിയ മസ്ജിദ് ഉസ്മാൻ വാലിയിൽ വെച്ച് മൃതദേഹം സംസ്കരിച്ചു. 2001-ലെ പാർലമെന്റ് ആക്രമണം, 2016-ലെ പഠാൻകോട്ട് വ്യോമത്താവള ആക്രമണം, 19 സൈനികർ കൊല്ലപ്പെട്ട ഉറി ആക്രമണം, 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട ആക്രമണം, കൂടാതെ ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ 2019-ൽ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി പ്രധാന ആക്രമണങ്ങളിൽ ഈ സംഘടനയ്ക്ക്, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ സംഘടനയ്ക്ക് പ്രധാന പങ്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ 2025 മെയ് മാസത്തിൽ ബഹൽപൂരിലെ ആസ്ഥാനം ഉൾപ്പെടെ പാകിസ്ഥാനിലെ ജെയ്ഷെ താവളങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ ആക്രമണങ്ങളിൽ അസറിന്റെ അടുത്ത ബന്ധുക്കൾ പലരും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഈ നഷ്ടങ്ങൾ പരോക്ഷമായി തന്നെ ജെയ്ഷെ മുഹമ്മദ് തന്നെ അത് സമ്മതിക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷന്റെ സിന്ദൂർ പ്രകാരം ബഹൽപൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് സംഘടനയുടെ മുതിർന്ന കമാൻഡർ സമ്മതിക്കുകയും ചെയ്തു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യൻ ആക്രമണത്തിൽ ഒന്നിലധികം കേന്ദ്രങ്ങൾ തകരുകയും ബഹൽപൂരിലെ ജാമിയ മസ്ജിദ് സുബ്ഹാൻ അല്ലാ എന്ന കേന്ദ്രത്തിന് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. മസൂദ് അസറിന്റെ സഹോദരി, ഭർത്താവ്, അനന്തരവൾ, മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 10ഓളം ബന്ധുക്കൾ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ആക്രമണത്തിൽ അസറിന്റെ നിരവധി അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു. ഇനി അടുത്ത ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെയാണ്. മസൂദ് അസറിനെ കൊല്ലും, അല്ലെങ്കിൽ മസൂദ് അസറിനെ സ്കെച്ച് ഇട്ട് അജിഡോവിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതങ്ങ് തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മസൂദ് അസറിന്റെ ഇളയ സഹോദരനെ അജ്ഞാതർ വെടിവെച്ച് വീഴ്ത്തിയെങ്കിൽ മസൂദ് അസറിനെ കൊല്ലാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം.